RJDയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തൃശൂരിൽ ചേരുന്നു. മുന്നണി മാറ്റമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സീറ്റ് നിർണയത്തെ ചൊല്ലിയുള്ള പാർട്ടി നിലപാടിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി ശക്തമായതിനെ തുടർന്നാണ് നിർണായക യോഗം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP മോഹനൻ MLA യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ലെവിൻ K. വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ലെവിൻ, ഇന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. ഈ ഒരു സമയത്താണ് നിർണായകമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുന്നണി മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? സ്വാതി, അല്പസമയങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിൽ RJDയുടെ സംസ്ഥാന നേതൃയോഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രേയാംസ് കുമാർ സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RJD LDF നേതൃത്വവുമായി വളരെ അകൽച്ചയിലാണ്. കഴിഞ്ഞ ദിവസവും LDF നേതാക്കൾക്ക് നേതൃത്വത്തിന് RJD സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ട് RJDയുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. 6 സീറ്റുകൾ എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾക്കൊപ്പം തന്നെ 6 സീറ്റുകൾ വേണമെന്നുള്ളതാണ് ആവശ്യം. അധികമായി കോവളം, ചാലക്കുടി, എലത്തൂർ തുടങ്ങിയ സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ LDF നേതൃത്വം ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ 2 തവണകളിലായി ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ മുന്നണി മാറ്റം വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നത്. അതിനിടയിൽ ഒരു വിഭാഗം ഈ LDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. അതിനോട് മുന്നോടിയായിട്ടാണ് ഇന്ന് മുന്നണി മാറ്റം ചർച്ച ചെയ്യുന്നതിനായി യോഗം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പൊതു അഭിപ്രായം വിലയിരുത്തിക്കൊണ്ട് LDFനൊപ്പം മുന്നണി ബന്ധം വിച്ഛേദിക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്താനുള്ള ഒരു ആലോചന ഈ യോഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ട നടപടി എന്നുള്ള നിലയിലാണ് ഇന്ന് ഇലക്ഷൻ കൂടി പ്രഖ്യാപിക്കുമ്പോൾ 6 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്നും വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഈ ഭൂരിഭാഗം അംഗങ്ങളും എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ടാണ് കൂത്തുപറമ്പ് MLAയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള KP മോഹനൻ ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. KP മോഹനൻ LDF അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കക്ഷിയായ CPMവുമായി ചേർന്ന് കൂത്തുപറമ്പിൽ തന്നെ മത്സരിക്കാനും LDFനൊപ്പം തുടരാനും RJD ഒരുപക്ഷെ ഒരു പിളർപ്പിലേക്ക് പോകാനുമുള്ള സാധ്യതകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഏതു തരത്തിലുള്ള നടപടി സ്വീകരിക്കണം, ഭാവി നിലപാട് എന്തായിരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും നേതാക്കളുടെയും ഒക്കെ തീരുമാനം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ അന്തിമമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സമിതിയിലാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു. ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസങ്ങൾക്കകം തന്നെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമെടുത്തുകൊണ്ട് RJDയുടെ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അല്പസമയങ്ങൾക്കകം യോഗം പൂർത്തീകരിച്ചതിന് ശേഷം RJD നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ അവർ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാതി.